ഹലോ. അപ്പം ഇന്ന് പതിവിലും കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചത്. ഇപ്പം സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 6:30-ക്ക് വല്യമ്മ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പോയത്. അപ്പോൾ ഞാൻ അറിയൊക്കെ ചെയ്തു, ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കടന്നുറങ്ങി ഒരു 7 മണി വരെ കേട്ടോ. കുട്ടിയോടും അതെ ഈ ഒരു സമയത്ത് തന്നെ എണീച്ചിട്ടുള്ളൂ, കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എണീക്കാനേ അങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് എണീച്ചപ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എണീച്ചിട്ട് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അപ്പോൾ വന്ന പാടെ ഇവർ കണ്ടില്ലേ പുറത്തിറങ്ങിയിട്ട് കളിക്കാൻ കേട്ടോ. മഞ്ഞൊക്കെ ഏകദേശം ഒന്ന് വിട്ടിട്ടൊക്കെ ഉണ്ട്, കാരണം കുറച്ച് വെയിലൊക്കെ തെറിച്ചിട്ടാണ് നീച്ചടക്കണത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലല്ലേ ഇതുപോലെയൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെയും പിന്നെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലൊക്കെയാണ് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ, 7 മണി 8 മണി വരെയൊക്കെ കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുലർച്ചാകുമ്പോൾ നീക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും നേരം പോലെ പറ്റില്ലല്ലോ. ഇവിടെ വരുമ്പോഴല്ലേ അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം അത് നമ്മൾ യൂസ് ചെയ്യണം. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നേരത്തെ നീച്ച ശീലമായ കാരണം കൊണ്ട് തന്നെ ആ സമയം ഒന്ന് നീക്കും കേട്ടോ. നീച്ചിട്ട് എന്തിനപ്പം തന്നെ നീക്കണത്, കുറച്ച് നേരം കിടന്നുറങ്ങിക്കൂടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെയും കിടന്നുറങ്ങണതാണ് കേട്ടോ. അല്ലാതെ അന്തമില്ലാതെ അങ്ങനെ കിടന്നുറങ്ങുകയല്ല. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നീച്ച പാടെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അവിടെ നിന്ന് കുറേ നേരം ഫോണിൽ കളിച്ചിട്ടിരുന്നു, പിന്നെ കുറച്ച് നേരം TV ഇരുന്ന് കണ്ടു. അവിടെ നിന്ന് കുട്ടികളുടെ പിന്നാലെ കുറേ നേരം നടന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. കുട്ടികളെ കുളിപ്പിച്ചിട്ടില്ല, ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. ഇനി അവരെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ നീച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ പണികളൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ അത് കാരണം കൊണ്ട് എനിക്ക് നേരത്തെ ഇപ്പം നീച്ചിവിടെ മലമറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം സമയം പോലെ നീച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നേരത്തെ അടുക്കളയിലൊക്കെ വന്ന് നോക്കിയപ്പോൾ ചായ ഇരിക്കുന്നുണ്ട്. അത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ചൂടൊക്കെ ഉണ്ട്, പക്ഷെ ലൈറ്റായിട്ടൊരു ചൂടേ ഉള്ളൂ. നമുക്ക് എനിക്കാണെങ്കിൽ ചായ കുടിക്കുമ്പോൾ നല്ല ചൂട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുള്ള കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ചായ ആദ്യം മാറ്റി വെച്ചിട്ട് എനിക്കുള്ളത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ അവർ കുടിക്കില്ലല്ലോ, അവർക്ക് ചൂടാറിയിട്ടല്ലേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂടില്ലാത്ത ചായ ആദ്യം അവർക്ക് ഗ്ലാസ്സിൽ രണ്ടാൾക്ക് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ചായ എനിക്കും അപ്പൂനുള്ള ചായ ചൂടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇന്നലെ വൈകുന്നേരത്ത് വലിയമ്മ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കയാണ് കേട്ടോ സാമ്പാർ വെച്ചിരിക്കുന്നത്. തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മുടെ ഇഡ്ഡലിക്ക് കൂടിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാനിതാ ചായ വീണ്ടും ചൂടാക്കുന്നുണ്ട്. വീണ്ടും ഇല്ല, ചൂടാക്കുന്നുണ്ട് ചായ. എന്നിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ചായയും ഒക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ഉമ്മറത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പൂനുള്ള ഇഡ്ഡലിയാണ് കേട്ടോ 2 ഞാൻ 4 എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 കഴിക്കാനല്ല കേട്ടോ, എന്താ പറയുക, കുട്ടികൾക്കും കൂടി കൊടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ 4 അതിൽ കൂടുതൽ കഴിക്കുന്ന ആൾ തന്നെയാണ്. ഈ ഇഡ്ഡലി പക്ഷെ നല്ല വലിപ്പമുള്ള ഇഡ്ഡലി ആയി കാരണം 4 തന്നെ ധാരാളം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പേരുടെയും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഞാൻ പിരികൊക്കെ ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്നും വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ പിരികൊന്നും എഴുതി കൊടുക്കാറില്ല കേട്ടോ ഞാൻ. വേറൊന്നുമല്ല, അവൾ ചിലപ്പോൾ സമ്മതിച്ച് തരില്ല, അവൾ കൂടുതൽ സമ്മതിക്കില്ല. കാരണം എവിടേക്കെങ്കിലും പോവുക എന്നൊക്കെ പറഞ്ഞാലാണ് കേട്ടോ ആളിങ്ങനെ എന്താ പറയുക ഒതുങ്ങിയിരിക്കുള്ളൂ. ഇപ്പം തന്നെ ഞാൻ കടയിലേക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് കാണിച്ചു തന്നത്, അല്ലാതെ അവൾ കാണിച്ചു തരില്ല കേട്ടോ. എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ നല്ല സൂപ്പറായിട്ട് കാണിച്ചു തരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മടി പിടിച്ചിട്ട് കാണിച്ചു തരികയില്ല കേട്ടോ. അങ്ങനെ പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാടം എന്താണെന്നറിയോ, കണ്ണിലെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാഴ്ച അതിനായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പൗഡർ ഞാൻ അങ്ങനെ എൻ്റെ മുഖത്തോട്ട് കേട്ടോ, കുറച്ച് പൗഡർ ഉണ്ടാകുന്നുള്ളൂ, അത് ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് നമ്മുടെ കിച്ചു അത് കൂടെ വരുന്നു. കുറേ നേരമായിട്ട് അവനെ ഞാൻ വിളിക്കുന്നു, അപ്പോൾ അവൻ വന്നില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വരികയാണ് കേട്ടോ ആൾ. അങ്ങനെ അവനും കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് പിന്നെ പിരികൊന്നും എഴുതി കൊടുക്കാറില്ല കേട്ടോ, അതൊക്കെ എപ്പോഴോ നിർത്തിയതാണ്, ഇപ്പോൾ എഴുതി കൊടുക്കാറൊന്നുമില്ല. അങ്ങനെ അവനും കുറച്ച് പൗഡറൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനാക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കണത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും കാണിക്കാനില്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് ബോറടിച്ചു കേട്ടോ. ഫോണിൽ നോക്കിയിട്ടും TV കണ്ടിട്ടൊക്കെ ബോറടിച്ചപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ കണ്ടില്ലേ, അവിടെ എന്തോ ഒരുമാതിരി സൗണ്ട് അലപ്പാണ് കേട്ടോ ആ വണ്ടിയുടെ. അത് എന്താ, ഞാൻ ആദ്യം വിചാരിച്ചു കുഴൽ കിണറടിക്കാവുന്ന കേട്ടോ. പിന്നെ റോട്ടിൽ എന്തിനാ കുഴൽ കിണറടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ എന്തോ ഈ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ എന്തോ ആണ് തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. വെള്ളം അത് കൂടെ അങ്ങനെ പോകുന്നുണ്ട്, പിന്നെ ഒരുമാതിരി സൗണ്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇന്നലെ എഡിറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭ്രാന്തായിട്ടാണ് ഞാൻ ഇരിക്കണത്.
ഈ കുഴൽ കിണർ അടിക്കുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുക അതുപോലത്തെ ഒരുമാതിരി സൗണ്ടായിരുന്നു കേട്ടോ. ഒരു കണ്ണും ചൂടും ഇല്ലാത്ത ഒരു തൊയ്യല്ലാത്ത സൗണ്ടായിരുന്നു കേട്ടോ ഉണ്ടായ. ഉറങ്ങുമ്പോൾ അടക്കം നേരെ പോലെ ഉറങ്ങാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വീടിൻ്റെ മുന്നിൽ തന്നെ ആവുക കാരണമാണ് ഇത്ര സൗണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഉമ്മറത്ത് പോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്, 3:30 ആ സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരാനുണ്ട്. അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം നമുക്ക് മുറ്റടിക്കാനും ചായ വെക്കാനും ചോറ് വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അതിന് മുന്നേയൊക്കെ ഞാൻ നീച്ചു കേട്ടോ. ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നീച്ചു കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഇരുന്നിട്ടും വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കുറേ പോയിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കുറേ പോയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കാത്ത എന്താണെന്നറിയോ, നമ്മൾ അവിടെ ആണെങ്കിലും ചളവറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അല്ലേ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒറ്റയ്ക്ക് തന്നെ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പണികളുണ്ടായിരുന്നു. ഇവിടെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ വെറുതെ ഇരിപ്പ് തന്നെയാണ് കേട്ടോ, ഒരു പണികളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബോറടി മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഞാൻ എന്താ പറയുക അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ അടിച്ചാക്കിയിട്ട് വേണം നമുക്ക് മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. മുറ്റത്തൊന്നും വലിയ ചപ്പൊന്നും ഇല്ല കേട്ടോ, എന്നാലും നമ്മൾ 2 നേരം അടിക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. ചടങ്ങല്ല, അങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ശീലം. അപ്പോൾ അത് കാരണം കൊണ്ട് അടിച്ച് വാരണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അപ്പോൾ അടിച്ച് വാരി കളയാൻ മാത്രമുള്ള ചപ്പൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മരങ്ങളും ഇല്ല, അതുപോലെ തന്നെ എന്താ പറയുക ചപ്പുകളും അധികം ഇല്ല. മരങ്ങളില്ലെങ്കിൽ പിന്നെ ചപ്പ് ഉണ്ടാവില്ലല്ലോ. കുറേ ഇങ്ങനെ ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വില വീണ് കഴിഞ്ഞാൽ എത്രത്തോളം ചപ്പുണ്ടാവും. അതുകൊണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക അത്ര വലിയ കാര്യമായിട്ടുള്ള വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ എന്താ പറയുക ഇവിടെ ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. ജീൻസാണ് കേട്ടോ ചവിട്ടായിട്ടിരിക്കുന്നത്. ജീൻസ് എല്ലാം മുരിങ്ങക്കോല് പോലെ ആയിരിക്കണം കേട്ടോ, ചവിട്ടിയിട്ട്. അങ്ങനെ എന്താ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരി പുറത്തേക്ക് ആക്കി. നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഉറക്കത്ത് നീച്ചപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും കുറേ നേരം വിളിച്ചു കേട്ടോ, വാ ഉറങ്ങ് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങും കേട്ടോ ഫുഡൊന്നും കഴിക്കാതെ. അപ്പോൾ വിളിച്ചപ്പോൾ 2 വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ ഞാൻ അവനെ കിച്ചുവിന് ചീത്ത പറഞ്ഞപ്പോൾ കിച്ചു വേഗം വന്നിട്ട് കിടന്നുറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അവൻ കിടന്നുറങ്ങിയിട്ടുണ്ട്, എന്നാലും തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഉറങ്ങില്ല പറഞ്ഞിട്ട് എന്താ പറയുക ഞാൻ ഉറങ്ങണില്ല കേട്ടോ. അവൾ അതിനെ നടക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്, എന്തൊക്കെ തിന്നിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരും. ഞാൻ പറഞ്ഞില്ലേ ചപ്പൊന്നും ഉണ്ടാവില്ല എന്ന്, ഇതാണ്ടോ ഇത്രയേ ഉള്ളൂ. ഒരു 5-6 ഇല അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എന്താ പറയുക. നമുക്ക് വീഡിയോയിൽ മെയിനായിട്ട് എന്താ സംഭവം എന്നറിയാം, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അല്ലാണ്ട് അപ്പോൾ എന്ത് വീഡിയോ വിടുക അല്ലാതെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇല്ലാത്ത ചപ്പിനെ ഉണ്ടാക്കിയിട്ട് അടിച്ച് വരേണ്ടത്. അങ്ങനെ അതാ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ചായക്ക് വെള്ളം വെച്ചൊക്കെ തിളച്ച് മറയുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം വന്നിട്ട് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട്, ഇന്ന് നമ്മൾ കാപ്പിയാണ് കേട്ടോ വെക്കുന്നത്, ഇന്ന് പാൽ ചായ എന്നല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ചായ തന്നെയായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്, കാപ്പി കുടിച്ചിട്ടേ ഇല്ല. നമ്മൾ അവിടെ സ്ഥിരം കാപ്പിയുടെ ആൾക്കാരല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഒത്തിരി കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചിട്ട് കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുട്ടികൾക്കാണെങ്കിലും കുടിച്ചിട്ട് കുറേ 2-3 ദിവസമായല്ലോ. അങ്ങനെ എന്താ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ചൂടാറാനൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും വെല്ലിച്ചനും തുമ്പിക്കുട്ടിയും കൂടിയിട്ട് കടയിലേക്ക് പോവാണ് കേട്ടോ. കിച്ചു കിടന്നുറങ്ങുകയാണ്, ഉറങ്ങി നീച്ചിട്ടില്ല. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോണിൽ കളിച്ചിട്ട് ഗെയിം എന്തൊക്കെയാണ് കളിച്ചിട്ട് അവനവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവർ അറിഞ്ഞിട്ട് തന്നെ ഇല്ല കേട്ടോ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ 3 കൂടിയിട്ട് കടയിലേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടി വെല്ലിച്ചനെ കൂടിയിട്ട് ഓടി കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ കനാൽമ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെ തിരുമ്പണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ആൾക്കാർ ഇവിടെ തിരുമ്പണമൊന്നും ഇല്ല എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ വൈകുന്നേരത്ത് വന്ന് തിരുമ്പണമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കലക്ക വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഇതാ കടയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കട കേട്ടോ. അധികം ദൂരം നടക്കാനൊന്നും ഇല്ല, ഒരു 5 മിനിറ്റ് പോലും നടക്കാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഈ പെണ്ണി തേനുണ്ടയാണ് കേട്ടോ വാങ്ങിച്ചത്, അവൾക്ക് അത് വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഗുഡ് ഡേയുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് നേരെ പോവുകയാണ് കേട്ടോ. ഇനി പോയിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വീടെത്തിയിട്ട് ഞാൻ 2 തേനുണ്ടാന്ന് എടുത്തു കേട്ടോ. തേനുണ്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. കിച്ചുവിനുള്ളത് അവിടെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തുമ്പിടത്ത്. അവളൊരു 4 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇത് നടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 എടുത്തു.
പിന്നെ അപ്പവും ഒക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി 4 ഉള്ളൂ ഇനി. അത് അവന് കിച്ചുവിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിലേക്കൊക്കെ പഠിക്കാൻ പോണ സമയത്തൊക്കെ ഈ സാധനം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നൊസ്റ്റാൾജിയ പറയുന്നില്ല കേട്ടോ, അത്രയും പണ്ട് കാലത്ത് കഴിച്ച മിഠായി എന്നല്ല, അങ്ങനെയല്ല. എന്നാലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മിഠായിയൊക്കെ സ്ഥിരം കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അന്ന് ഇതൊക്കെ തന്നെ അല്ലേ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോഴല്ലേ വേറെ വെറൈറ്റി മിഠായികളൊക്കെ വന്ന്. അപ്പോൾ അത് അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഇനി. അപ്പോൾ ചോറിനുള്ള ചോറും കലത്തിൽ കുറച്ച് ചോറായിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉച്ചയ്ക്ക് നേരം പോലെ ഒന്നും ചോറൊന്നും കഴിച്ചില്ല. ഉറങ്ങുകാരുണ്ട്, ഉറക്കമ്പത്തിൽ പിന്നെ ചോറൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ചോറും കലത്തിൽ ചോറ് കുറച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വേറെ പാത്രത്തേക്ക് വെച്ചു. ഇനി ഇതൊക്കെ ഒന്ന് കലവും എല്ലാം കഴുകിയിട്ട് നമുക്ക് എന്താ പറയുക ചോറ് വെക്കാനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അടുപ്പത്ത്. അങ്ങനെ കറിയും കുറച്ച് തന്നെ ഉള്ളൂ. രാവിലെ വെച്ച കറിയില്ലേ നമ്മൾ ഇഡ്ഡലിയിലേക്കും ഒക്കെ എടുത്തിട്ട് സാമ്പാറൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഉണ്ട് കേട്ടോ എന്തായാലും, ഇനി വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും ഞാൻ കലത്തുനിന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി എല്ലാതും കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ വല്യമ്മ പണിക്ക് പോകുമ്പോൾ രാവിലെ നേരത്തെ വെച്ചിട്ട്, അല്ലെങ്കിൽ വല്യമ്മ രാത്രിയൊക്കെ കഴുകാറ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കഴുകി വെച്ചാൽ പിന്നെ ആ പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പാത്രം കഴുകാൻ പിന്നെ അത് ഉമ്മറത്തല്ല, അടുക്കളയുടെ ഈ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഈ എന്താ പറയുക, ഈ സാധനത്തിന് ഈ സംഭവത്തിന് എന്താ പറയുമല്ലോ, എന്താ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് പാത്രം കഴുകുന്നുണ്ട്. ഇവിടെ പാത്രം കഴുകാനൊന്നും പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പാത്രം കഴുകലൊക്കെ ആയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ ഞാനിതാ ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. തുമ്പിക്കുട്ടി വലിയച്ഛനൊക്കെ പുറത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പു അവിടെ നിന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. കിച്ചു പിന്നെ ഉറങ്ങി നീച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം. അപ്പോൾ ചോറ് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി പണികളൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചോറ് ആവണ വരെ നിൽക്കുമെന്ന് വേണ്ടല്ലോ. തീ കത്തിച്ചിട്ട് അരിയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വൈരമായിട്ട് അവിടെ പോയിരിക്കാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ പോരെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒന്ന് മേല് കഴുകണം, കുട്ടികളെയും കുളിപ്പിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കുട്ടികളെ കുളിപ്പിച്ച് തന്നെ രാവിലെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് തന്നെയാണ്. പക്ഷേ മേല് കഴുകിക്കണ്ട വൈകുന്നേരത്ത്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുക്കള എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അടുക്കള. കാരണം അത്യാവശ്യം നമുക്ക് തീ കത്തിക്കാൻ പാകത്തിന് വലിപ്പത്തിലുള്ള ഒരു അടുക്കളയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ അടുപ്പ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അടുപ്പിൻ്റെ തിണ്ടൊക്കെ. ഇത് പാകത്തിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഉപ്പേരി ഇല്ല കേട്ടോ. ഉപ്പേരി രാവിലത്തെ ഉപ്പേരി തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉപ്പേരിക്ക് എന്തെങ്കിലും വെക്കണം, അരിഞ്ഞ് വെക്കണം, അല്ല ഉപ്പേരി വെക്കണം, അത്ര തന്നെ ഉള്ളൂ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചുവിൻ്റെ തുമ്പിയുടെ ബഹളമാണ് കേട്ടോ. ഞാൻ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കണില്ല കേട്ടോ എത്ര പറഞ്ഞാലും. ഞാനിത് പറയുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം കേട്ടോ കുറച്ച് ജോലി എന്ന് പറയാനുള്ള കുറച്ച് ജോലികളുള്ളൂ. വൈകുന്നേരത്ത് പിന്നെ വല്യമ്മ ഉണ്ടാവില്ല. രാവിലെ പോകുമ്പോൾ വല്യമ്മ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോവുകയെങ്കിൽ വൈകുന്നേരത്ത് ഞാനെന്നെ വെക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൈകുന്നേരത്ത് മാത്രമാണ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പാകത്തിനുള്ള വല്ലതും ഉള്ളൂ കേട്ടോ. രാവിലെ മുതൽ വെറുതെ ഷോ അടിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് കാരണമാണ് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിക്കുള്ള പയറാണ് കേട്ടോ ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ദിവസം മുന്നേ വാങ്ങിച്ച പയറുണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഉണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് പയറാണെന്നൊക്കെ പറഞ്ഞില്ലേ, ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പയർ തന്നെയായിരുന്നു കേട്ടോ. അതങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി പയറുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ അടുപ്പിച്ച് പയർ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ നുടുക്കില്ല, കുറച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കിഴങ്ങും കൂടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ പയറങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് ഉപ്പേരി വെക്കില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്തത് വേറെ എന്തെങ്കിലുമല്ലേ ഉപ്പേരി വെക്കുള്ളൂ വെച്ചിട്ട് അതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മൊത്തം എടുത്തിട്ടില്ല, ഇനി 2-3 കൂടി ഇരിക്കും. 2-3 കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ യാത്രയ്ക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേസ്റ്റ് ആവും, കൂടുതലാവും. അപ്പോൾ അത് ഞാനാണ് മാറ്റി വെച്ചു കേട്ടോ. ഇനി വലിയ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ വേണമെങ്കിൽ 1-2 കയ്യിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പുറത്ത് പണിയെടുക്കുന്നത്. നമുക്കിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ നല്ല രസമല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പറയുമ്പോൾ അതൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, പാട്ടും ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു എനർജിയാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട്. ഞാനപ്പം പാട്ടൊക്കെ പാടി തകർക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പാട്ടും കൂത്തൊക്കെ വെച്ചിട്ട് കുട്ടിയോട് അപ്പുറത്ത് കളിക്കുന്നുണ്ട്. കിച്ചു ചോദിച്ചോട്ടോ ഈ ഒരു സമയം കൊണ്ടൊക്കെ. തുമ്പിക്കുട്ടിയും കിച്ചും അപ്പോൾ കൂടിയിട്ട് ആ കനാലുമ്പോൾ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. വെല്ലിച്ചനുണ്ട് കൂടെ, ഒറ്റയ്ക്കല്ല കേട്ടോ. ഒറ്റയ്ക്കൊന്നും അവരെ ഞാൻ അവിടെ ഇറക്കില്ല, കാരണം റോഡല്ലേ. ഏത് നേരം വേണമെങ്കിലും അങ്ങോട്ടും കൂടെ ഓടാനുള്ള ചാൻസ് ഉള്ള കാരണം വെല്ലിച്ചനുണ്ട് കൂടെ തന്നെ. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.